വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ റിവിഷന്റെ ക്ലാസ് ആണ്. ജോഗ്രഫിയാണ്, ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്നലെ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അതിനു മുമ്പ് ടീച്ചർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ. 60 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഇപ്പൊ SCERT കുറച്ച് സയൻസ് പാഠഭാഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ SCERT സയൻസ് ആവുമ്പോൾ ടീച്ചർ സാധാരണ ബാക്കി എല്ലാ SCERTയും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് LGSന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ സയൻസ് ടീച്ചർ എങ്ങനെയാണ് ചാപ്റ്റർ മുഴുവൻ വായിക്കാണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ടോപ്പിക്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് അത് മാത്രം വായിച്ചു പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ആ SCERT പാഠഭാഗങ്ങളും കഴിയും. അതുപോലെ നമ്മുടെ റിവിഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യും. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കാരണം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ചെയ്തു തന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളത് പഠിക്കണം എന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ആ ആത്മാർത്ഥത നിങ്ങൾ പഠനത്തിൽ കാണിക്കണം. അത് നിങ്ങളുടെ റിസൾട്ടിൽ തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പൊ ടീച്ചർ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എങ്ങനെ തിരിക്കാം? 4 ആയിട്ട് തിരിക്കാം എന്നാ പറയുന്നത്. ആദ്യത്തേതിനെ നമ്മൾ ഉത്തര പർവ്വത മേഖല എന്ന് വിളിക്കുന്നു. അതായത് ഭൂപ്രകൃതി അനുസരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എത്രയായി തിരിക്കാം? 4 ആയി തിരിക്കാം. 1 ഉത്തര പർവ്വത മേഖല, 2 ഉത്തര മഹാസമതലം. ഉത്തര പർവ്വത മേഖല, രണ്ടാമത്തേത് എന്താണ്? ഉത്തര മഹാസമതലം എന്നതാണ്. മൂന്നാമത്തത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. മൂന്നാമത്തത് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി ട്ടോ. ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ളതാണ് മൂന്നാമത്തത്. അടുത്തത് എന്താ പറയാ, 4ാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് സമതലങ്ങളും അതുപോലെ തന്നെ എന്തും പെടുന്നുണ്ട്? ദ്വീപുകളും. ഇത്രയും കാര്യം ഇങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ നമ്മള് ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കണം. ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയുമ്പോ ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ് ഉത്തരപർവ്വത മേഖലയെ. എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? ആദ്യത്തേത് ഹിമാലയം, രണ്ടാമത്തേത് ട്രാൻസ് ഹിമാലയം. ആദ്യത്തേത് ഹിമാലയം, രണ്ടാമത്തേത് ട്രാൻസ് ഹിമാലയം, മൂന്നാമത്തേത് പൂർവാചൽ. അങ്ങനെ ഉത്തരപർവ്വത മേഖലയെ എങ്ങനെ 3 ആയി തിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെ? ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പൂർവാചൽ. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 ആയി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഹിമാലയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഹിമാലയത്തിന്റെ പ്രത്യേകത എന്നൊന്ന് പഠിച്ച മക്കളെ. ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഹിമാലയം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ, വേൾഡിലെ തന്നെ ഉയരം കൂടിയ പർവ്വതനിരയാണ്. ലോകത്തിലെ ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാലും ഹിമാലയം പറയും. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയും ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞതും ഏത് തന്നെയാണ്? ഹിമാലയമാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ്. ഹിമാലയത്തിൽ നിന്ന് 3 നദികൾ ഉത്ഭവിക്കുന്നു. ഒന്ന് സിന്ധു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, അതുപോലെ തന്നെ ഗംഗ, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര തുടങ്ങിയവയാണ്. ക്ലിയർ ആയില്ലേ? ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഒന്നാണ് ഹിമാദ്രി, അടുത്തതിന്റെ പേര് ഹിമാചൽ, അടുത്തതിന്റെ പേര് സിവാലിക്. അപ്പൊ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവ.
അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഹിമാദ്രി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചാ പറയണേ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇന്നർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ഹിമാലയത്തിന്റെ നട്ടെല്ല്, ഇന്നർ ഹിമാലയം, അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ എന്തിന് പേരുണ്ട്? ഹിമാദ്രിക്ക് പേരുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമുക്കറിയാം, മൗണ്ട് എവറസ്റ്റ് ആണ്. ആ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റിന് 8848.86 മീറ്റർ ഉയരമുണ്ട് എന്നും ഓർത്തുവെക്കാം. ഇനി ഇത് കൂടാണ്ട് ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാഞ്ചൻജംഗ, അതുപോലെ തന്നെ നംഗപർവ്വതം. ഏതാണ്? നംഗപർവ്വതം. പിന്നെ അതുപോലെ തന്നെ അന്നപൂർണ തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത്, എന്നീ പർവ്വത നിരകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം ഹിമാദ്രിയിലാണ് എന്ന് പറയണം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഇനി അടുത്തത് ഹിമാദ്രിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാചലിനെ കുറിച്ചാണ്. ഹിമാചലിനെ നമ്മൾ വിളിക്കുന്നു ലെസ്സർ ഹിമാലയം. അപ്പൊ ലെസ്സർ എറാണ്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിമാചലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലെസ്സർ ഹിമാലയം അഥവാ ഈ ഹിമാചലില് സുഖവാസ കേന്ദ്രങ്ങളാണ് കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നു? പ്രധാനമായിട്ടും സുഖവാസ കേന്ദ്രങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ ടീച്ചർ പറയാൻ എഴുതണില്ല, കുറച്ചധികം ഉണ്ട്. കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മുസോറി, നൈനിറ്റാള്, അൽമോറ, കാശ്മീർ, ഷിംല, അങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നത് ലെസ്സർ ഹിമാലയം എന്ന് വിളിക്കുന്ന ഹിമാചലിലാണ്. ഇനി കൂടാണ്ട് ഹിമാചലിൽ എന്തും കൂടി കാണപ്പെടുന്നു? താഴ്വരകൾ കാണപ്പെടുന്നു. ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട താഴ്വരകളാണ് ഒന്ന് കുളുവാലി. ഏതാണ്? കുളുവാലി താഴ്വര. അടുത്തത് കാംഗ്രാവാലി. എന്താണ്? കാംഗ്രാവാലി. അപ്പൊ കുളുവാലി, കാംഗ്രാവാലി തുടങ്ങിയ താഴ്വരകളും എവിടെയാണ്? ഹിമാചലിലാണ് എന്ന് ഓർത്തുവെക്കാം. ഇനി അതുപോലെ തന്നെ ഹിമാചൽ കഴിഞ്ഞ അടുത്തത് പ്രധാനപ്പെട്ടതാണ് സിവാലിക് എന്ന് പറയുന്നത്. സിവാലിക്കിനെ വിളിക്കുന്നത് എന്താണ്? ഔട്ടർ ഹിമാലയ എന്നാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. ഇവിടെയാണ് ഭൂകമ്പം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അതായത് സിവാലിക്കിലാണ് ഭൂകമ്പവും ഉരുൾപൊട്ടലുകളൊക്കെ കാണപ്പെടുന്നത്. ഇനി ഈ സിവാലിക്കില് ഒരു പ്രത്യേക തരം കൃഷി രീതിയുണ്ട്. അതിനെ തട്ടായ കൃഷി രീതി എന്നാ പറയാ. പക്ഷെ അങ്ങനെയല്ല, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്: ടെറസ് കൾട്ടിവേഷൻ. ടെറസ് കൾട്ടിവേഷൻ എവിടെയാണ് കാണണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പറയാ? സിവാലിക് നിരകളിലാണ് എന്ന് പറയും. ഇനി സിവാലിക്കില് കാണപ്പെടുന്ന വളരെ വിസ്തൃതമായിട്ടുള്ള താഴ്വരകൾ ഉണ്ട്. ആ താഴ്വരകളെ നമ്മൾ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒന്ന് ഡെറാഡൂണ്, അതുപോലെ തന്നെ കോട്ട്ലി ടൂണ്, അതുപോലെ തന്നെ പട്ട്ലി ടൂണ്. ഇതൊക്കെ ഡൂണുകൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഈ മേഖല പഠിക്കാനുള്ള ഒരു കാര്യമാണ് ചുരങ്ങള്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുറച്ച് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്നത് നമ്മൾ പഠിക്കണം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോജില. ഏതാണ്? സോജില ചുരം. എന്തിനെയാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. അടുത്തത് നമ്മൾ സോജില ചുരം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അറിയാത്തവർ ഓർത്തു വെക്കുക. അടുത്തത് ബനിഹാൽ ചുരം. ബനിഹാൽ ചുരവും ജമ്മു കാശ്മീരിലാണ്. അത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് ഷിപ്കില ചുരം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ചോദ്യമാണ്. ഹിമാചൽ പ്രദേശാണ്. ഹിമാചലിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. അടുത്തത് നാതുല ചുരം. നാതുല ചുരം സിക്കിമിലാണ്. നാതുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാതുല ചുരം എന്ന് പറയാ. അടുത്തത് പാലക്കാട് ചുരം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? പാലക്കാട് ചുരം. പാലക്കാട് കോയമ്പത്തൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം. അടുത്തത് ചോദിക്കുന്നത്
ബന്ധിപ്പിക്കുന്നത് ബോധില ചുരമാണ്. ബോധില ചുരം എന്തിനെ തമ്മിൽ ബന്ധിക്കുന്നു? ബോധില ചുരം അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ അരുണാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബോധില ചുരമാണ്. ഇനി അടുത്തത് ചോദിക്കാറുണ്ട് ലിപ്പു ലേക്ക്. ലിപ്പു ലേക്ക് എന്ന് പറയുന്ന ചുരം ഉത്തരാഖണ്ഡിലാണ്. അത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ലിപ്പു ലേക്ക് എന്നുള്ളതാണ്. അടുത്തത് ജലിപ്പല. ജലിപ്പല ചുരം. ജലിപ്പല സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. സിക്കിം ലാസ ഏതാണ്? ജലിപ്പല. പ്രധാനപ്പെട്ട ചുരങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാണ്ട് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്ന ഭാഗം. ഏതാണ്? ട്രാൻസ് ഹിമാലയവും പൂർവാചൽ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോ ട്രാൻസ് ഹിമാലയത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കാരക്കോറം, അതുപോലെ തന്നെ ലഡാക്ക്, അതുപോലെ തന്നെ സസ്കർ. ഏതാണ്? സസ്കർ. അതുപോലെ തന്നെ ഹിന്ദുക്കുഷ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന മേഖലയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിന്റെ പേര് ഖൈബർ ചുരം എന്നും അടുത്തതിന്റെ പേര് ബോലൻ ചുരമാണ് എന്ന് പറയും. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ചുരങ്ങളുടെ നാട് ഏതാണ്? അതുപോലെ തന്നെ ലിറ്റിൽ ടിബറ്റ്. ലിറ്റിൽ ടിബറ്റ് ഏതാണ്? ഇന്ത്യയിലെ ശീത മരുഭൂമി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എന്താ പറയണ്ടേ? ലഡാക്ക് എന്ന് പറയണം. ഏതാ പറയണ്ടേ? ലഡാക്ക്. ഇനി നമ്മളോട് ചോദിക്കാം കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ പേര് മൗണ്ട് കേട്ടു എന്നാണ്. മൗണ്ട് കേട്ടുവിന് വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും. എന്താണ്? ഗോഡ്വിൻ ആസ്റ്റിൻ. മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ് കേട്ടോ. കാരക്കോറം പർവ്വതനിരയിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഈ മൗണ്ട് കേട്ടു എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് പൂർവാചൽ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ പൂർവാചൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ, ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയെ വിളിക്കുന്നതാണ് ഏത്? പൂർവാചൽ എന്നത്. പൂർവാചൽ. പൂർവാചലിനെ കിഴക്കൻ അതിർത്തിയിൽ ആയതുകൊണ്ട് ആവാം എന്ത് വിളിക്കുന്നു? ഈസ്റ്റേൺ ഹിൽസ് എന്നും അറിയപ്പെടുന്നു. ഈസ്റ്റേൺ ഹിൽസ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പട്കായ് നിരകൾ എന്നും അറിയപ്പെടുന്നു. പട്കായ് നിരകൾ എന്നും അറിയപ്പെടുന്നത് ഏതന്നെയാണ്? പൂർവാചലിലാണ്. പൂർവാചലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗാസി കുന്നുകൾ, ഗാരോ കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. ഗാസി, ഗാരോ, ജയന്തിയ. ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. ഈ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്, ഈ മൂന്നും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതറിയോ നിങ്ങൾക്ക്? മേഘാലയയിലാണ്. അതും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് പൂർവാചലിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമായ മൗസിൻഡ്രം. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാസി കുന്നുകളിലാണ് കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള എന്താ പറയാനുള്ളത്. ഈ എന്താ പറയാ ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ നദികളാണ്. വളരെ ചുരുക്കി ഇന്ത്യൻ നദികളെ ടീച്ചർ ഉപദ്വീപിയൻ നദികളും അതുപോലെ തന്നെ എന്താ പറയാ ഹിമാലയൻ നദികളും വളരെ ചുരുക്കി നമുക്ക് പറയാം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത ക്ലാസ്സിൽ അതാ പഠിക്കാൻ പോണേ. ഇത് ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചോളോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് കേട്ടോ.